ഒരു ഉറുദു ചിന്തകൻ പറഞ്ഞതുപോലെ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണെന്നാണ്. ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എപ്പോഴും അവന് ഇബാദത്ത് ചെയ്യാൻ അവന്റെ മലക്കുകൾ ഉണ്ടായിരുന്നു. മനുഷ്യൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും കാണുമ്പോൾ ഞാൻ ഓർക്കുന്നു, ജീവിതത്തിന്റെ ദുഃഖം പഠിപ്പിക്കാൻ വേണ്ടിയാണോ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് ഞാൻ കരുതി പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത്രയും നേരം കേൾക്കുന്നതിലല്ല ജീവിതത്തിൽ ഒരു പ്രത്യാശ ഉണ്ടാവണം. എല്ലാം നഷ്ടപ്പെട്ട്, സാമ്പത്തികം നഷ്ടപ്പെട്ടവരുണ്ട്, കടബാധ്യതകൾ വന്നവരുണ്ട്, മക്കളെ ഓർത്ത് പരിതപിക്കുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പൊന്നു സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതം വഴിമുട്ടി നിന്നിട്ട് മരിച്ചാൽ മതിയായിരുന്നു എന്നാഗ്രഹിച്ചിട്ടില്ലേ? ചിലപ്പോ അങ്ങനെ ആഗ്രഹിച്ച ഒരു പെണ്ണിനെയാണ് അള്ളാഹ് പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാനുണ്ടെന്ന് പറഞ്ഞത്. ഖുർആൻ അള്ളാന്റെ ഖുർആനാണ്. ഈ നിശബ്ദമായി കേട്ടിരിക്കുന്ന സദസ്സ് തന്നെ അവന്റെ ജീവിതത്തിന്റെ പച്ചയായ ദുഃഖങ്ങളെയാണ് ഞാൻ തൊടുന്നത്. ഇത് അറ്റ്ലാന്റിക്കിന്റെയും പസഫിക്കിന്റെയും കഥയല്ല. ഇത് യുറാനസിന്റെയും നെപ്റ്റ്യൂണിന്റെയും വിഷയമല്ല. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ കൺമുന്നിൽ, അവന്റെ കുടുംബത്തിന്റെ 4 ചുവരുകളുടെ ഉള്ളിൽ അനുഭവിക്കുന്ന അവന്റെ നിത്യജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ തൊട്ട പരമാർത്ഥങ്ങളാണിത്. അള്ളാഹു നമുക്ക് ജീവിതത്തിൽ ഈമാനോടെ നിലനിൽക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എന്തിനാണ് സഹോദരങ്ങളെ ഭയക്കുന്നത്? നീ ഏത് പ്രതിസന്ധിയിലാണെങ്കിലും പാരാവാരം പോലെ പരന്നൊടുകുന്ന കടലിന്റെ നടുവിലൂടെ ഒരു കൊതുമ്പ് വള്ളം തുടഞ്ഞുകൊണ്ട് നീ മുമ്പോട്ട് പോകുമ്പോൾ കാറ്റും കോളും തിരമാലകളും പ്രക്ഷുബ്ധമായി കടലിന്റെ നടുവിൽ നിന്റെ കൊതുമ്പ് വള്ളം തിരമാലയുടെ നടുവിൽ കടന്നിട്ട് ചാഞ്ഞിട്ട് നീ ഏകനായി കടലിൽ കടന്നാലും പൊന്നുമോനെ ഭയപ്പെടരുത്. എന്തിനാ ഭയപ്പെടുന്നത്? आग किसकी दस्त तू आवाज रहती है तुझे राह तू रहबर भी तू रहरू भी तू मंजिल भी तू. എന്തിനാണ് പതറുന്നത്? ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രയാസങ്ങളിലോട്ട് കടന്നു ചെല്ലുമ്പോൾ ഏറ്റവും വലിയ ആത്മഹത്യ ചെയ്യുന്ന നാടായി നമ്മുടെ കേരളം മാറുകയാണ്. മനുഷ്യൻ ജീവിതം അവസാനിപ്പിക്കുകയാണ്. പ്രയാസങ്ങൾ കടന്നു വരുമ്പോ റെയിൽവേ ട്രാക്കുകളിൽ ചിതറിത്തടിക്കുന്ന മൃതദേഹങ്ങൾ, ഒരു ചാൻ കയറിൽ തൂങ്ങിയാടുന്ന മൃതദേഹങ്ങൾ. ലോകത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന ദേശീയ ഭൂഖണ്ഡത്തിലാണ്. ഏഷ്യയിൽ തന്നെ ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. എന്റെ സഹോദരങ്ങളെ, ആത്മഹത്യ ദിവസവും കാണുകയാണ്. ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നവർ, എന്തിനാണ് നീ ഭയക്കുന്നത്? എന്തിനാ? പാരാവാരം പോലെ പരന്നൊടുകുന്ന കടലിന്റെ നടുവിൽ നീ ഏകനായാലും എന്തിനാണ് ഭയക്കുന്നത്? എന്തിനാ? കാംതാകെ ദിൽ തേര അന്തേസ തൂഫാൻ സക്യാ നഹുദാ തൂ കശ്തി ബി തൂ ബഹർ ബി തൂ സാഹിൽ ബി തൂ ആഗ് കിസ്കി ദസ്തു തൂ ആവാസ് റഹ്തി ഹെ തുझे രാഹ തൂ റഹബർ ബി തൂ കാന്താകതിൽ നിന്റെ ഹൃദയം പതറുന്നത് എന്തിനാണ്? എന്തിനാണ് പേടിച്ചു നീ മാറുന്നത്? എന്തിനാ? നഹുദാതു, നിനക്കൊരല്ലാഹുവില്ലയോ? നഹുദാതു, നിനക്ക് അല്ലാഹുവില്ലയോ? ആരുമില്ലാത്ത മരുഭൂമിയിൽ ആത്മഹത്യ മരിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ച പെണ്ണിന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് നിന്റെ അല്ലാഹുവുണ്ടല്ലോ. ഇത് ഖുർആൻ പറയുന്ന സംഭവമാണ്. ഇൻഷാ അല്ലാഹ് അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, എന്തിനാണ് ജീവിതത്തിൽ പതറാൻ പാടില്ല? ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വമൻ ഖതല നഫ്സഹു ബിഹദീദാ വഹദീദതുഹു ഫീ യദിഹി. ആരെങ്കിലും മൂർച്ചയുള്ള ഒരായുധം കൊണ്ട് ആത്മഹത്യ ചെയ്താൽ, ആരെങ്കിലും മൂർച്ചയുള്ള ഒരായുധം കൊണ്ട് കുത്തി ആത്മഹത്യ ചെയ്താൽ നാളെ പരലോകത്തെത്തുമ്പോ നാളെ പരലോകത്തെത്തുമ്പോ അതേ മൂർച്ചയുള്ള ആയുധം അവന്റെ പള്ളയിലേക്ക് അല്ലാഹു കുത്തിയിറക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. വമൻ ശരിബ സുമ്മ, ആരെങ്കിലും വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്താൽ ഫഹുവ യതഹസ്സാ ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദാ. നാളെ അതേ വിശദ്രാവകം അല്ലാഹു പരലോകത്തവന്റെ വയറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.
ആരെങ്കിലും അവൻ തറദ്ദാലാ ജബലിന്, ആരെങ്കിലും തൂങ്ങി മരിച്ചാൽ നാളെ പരലോകത്ത് നരകത്തിന്റെ അഗാഢ ഗർത്തത്തിലേക്ക് അവനെ അള്ളാഹു വലിച്ചെറിയുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുമ്പോ പതറരുത് സഹോദരങ്ങളെ. മാരകമായ രോഗം നമ്മെ പിടികൂടിയാൽ എന്താ? അയ്യൂബ് നബിയെ പോലെ അള്ളാഹുവിനുള്ള അടിയുറച്ച വിശ്വാസത്തിലൂടെ അവനോട് പറയാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നമുക്ക് ദുഃഖമായി മാറുമ്പോ എറണാകുളം ലക്ഷോർ ഹോസ്പിറ്റലിലേക്ക് മാതാവിന്റെ പിതാവിന്റെ കൈ പിടിച്ചുകൊണ്ട് 3 വയസ്സുകാരി പൊന്നുമോള് കടന്നു വരികയാണ്. വിവാഹം കഴിഞ്ഞ് 11ാമത്തെ വർഷം കിട്ടിയ പൊന്നുമോളാണ്. കാത്തിരുന്ന് കിട്ടിയ കൈവല്യം പോലെ കൈവെള്ളയിൽ കാത്തു സൂക്ഷിച്ച കൺമണി. 3 വയസ്സുള്ള കുട്ടി ഇടുപ്പിട്ട പൊന്നുമോൾ ഉമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പല്ലുമുട്ടയേക്കാൾ വെളുപ്പുള്ള പല്ലുകൊണ്ട് ചിരിച്ചു കൂത്താടി അവള് കടന്നു വരികയാണ്. ആ പൊന്നുമോള് 11 വർഷത്തിന് കാത്തിരുന്ന് കിട്ടിയ പൊന്നുമോൾ ഒരു ദിവസം രാവിലെ പല്ല് തേച്ചുകൊണ്ടിരിക്കുമ്പോ പൊന്നുമോള് പൊട്ടിക്കരയാൻ തുടങ്ങി. ഉമ്മ ഓടി വന്നു നോക്കുമ്പോൾ അവളുടെ മോണയിലൂടെ രക്തത്തുള്ളികൾ കിനിയുകയാണ്. സ്വാഭാവികമായി ബ്രഷിന്റെ ഏതെങ്കിലും ഭാഗം പൊട്ടിയിട്ട് തൊട്ടിട്ട് മോണ പൊട്ടിയതാണെന്ന് കരുതിയ ഉമ്മ മകളുടെ കരച്ചിലിന് അവസാനമില്ല. അടുത്ത ഹോസ്പിറ്റലിൽ പോയി അവസാനമില്ല. അവസാനം മോണ പഴുക്കാൻ തുടങ്ങി. സഹോദരങ്ങളെ, ഡോക്ടർമാര് പറഞ്ഞു വിദഗ്ധ പരിശോധനയ്ക്ക് എറണാകുളം ലക്ഷോറിലെത്തുക. എറണാകുളം ലക്ഷോറിലോട്ട് കടന്നു വന്ന ആ പ്രിയപ്പെട്ട പൊന്നുമോൾ, മാതാപിതാക്കളുടെ കൈപിടിച്ച് കടന്നു വന്ന പൊന്നുമോൾ വിദഗ്ധ പരിശോധന നടത്തിയിട്ട് ഡോക്ടർമാര് പറയുന്നു പൊന്നുമോൾക്ക് മോണയിൽ ക്യാൻസർ ആണത്രേ. പൊന്നുമോൾക്ക് മോണയിൽ ക്യാൻസർ ആണത്രേ. വിവാഹം കഴിഞ്ഞ് 11 വർഷം കാത്തിരുന്ന കിട്ടിയ പൊന്നുമോൾക്ക് ക്യാൻസർ ആണെന്നറിഞ്ഞപ്പോ അവളുടെ ഉമ്മ അതേ സ്പോട്ടില് ബോധം കെട്ട് താഴോട്ട് വീണു. എന്ത് ചെയ്യണമെന്നറിയാതെ ബോധം കെട്ട് താഴെ വീണ ഭാര്യയെ തന്റെ വലത് കൈ കൊണ്ട് താങ്ങിയെടുത്ത് ഇടത്തെ കൈയുടെ വിരലിൽ തന്റെ പൊന്നുമോളുടെ വിരലുകളും കൂട്ടിപ്പിടിച്ച് നടന്നിറങ്ങിയ ആ ചെറുപ്പക്കാരന് എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരു കൈയിൽ ബോധരഹിതയായി കിടക്കുന്ന പൊലമ്പുന്ന പൊട്ടിക്കരയുന്ന ഭാര്യ, ഇടത്തെ കൈയിലൊന്നും അറിയാതെ വാപ്പയെ നോക്കിയിട്ട് പൊട്ടിച്ചിരിക്കുന്ന പൊന്നുമോൾ. ആ പൊന്നുമോൾക്കറിയില്ല താൻ മരണത്തിലേക്ക് നടക്കുകയാണെന്ന്, താൻ മാരകമായ അർബുദത്തിന്റെ അടിമയാണെന്ന്. ഒന്നും അറിയാതെ നിഷ്കളങ്കമായി പൊട്ടിച്ചിരിയുന്ന പൊന്നുമോൾ എന്തോ തീരുമാനിച്ചതുപോലെ ആ ചെറുപ്പക്കാരൻ ആശുപത്രിയുടെ റൂമിൽ കയറി വാതിലടച്ചു. രാവിലെ നഴ്സുമാര് വന്ന് തട്ടി തുറക്കുമ്പോൾ തുറക്കുന്നില്ല. താക്കോൽ പടുതിലൂടെ നോക്കുമ്പോൾ ആശുപത്രി കിടക്കയിൽ കമിഴ്ന്ന് കിടക്കുന്ന 3 മൃതദേഹങ്ങളാണ്. കമിഴ്ന്ന് കിടക്കുന്ന 3 മൃതദേഹങ്ങളാണ്. ചവിട്ടിപ്പൊളിച്ചകത്തോട്ട് കിടക്കുമ്പോ കമിഴ്ന്ന് കിടക്കുന്ന ആ ചെറിയ ആശുപത്രി കിടക്കയിൽ ജീവിതത്തിൽ എന്ന പോലെ വലത് ഭാഗത്ത് പിതാവ്, ഇടത് ഭാഗത്തുമ്മ, നടുക്ക് തന്റെ വലത്തെ കൈകൾ കൊണ്ട് തരിവളയിട്ട വലത്തെ കൈകൾ കൊണ്ട് ഉമ്മയെ കെട്ടിപ്പിടിച്ച് ഇടത്തെ കൈകൾ കൊണ്ട് പിതാവിന്റെ മുതുകിലേക്ക് തന്റെ കൈയെടുത്ത് വെച്ച് കമിഴ്ന്ന് കിടക്കുന്ന 3 വയസ്സുകാരി പൊന്നുമോൾ. തൊട്ടടുത്തൊരു ഒഴിഞ്ഞ കീടനാശിനിയുടെ കുപ്പി, അതിന്റെ താഴ്ഭാഗത്തൊരു വെള്ളക്കടലാസിൽ ചിതറിത്തെറിച്ച അക്ഷരങ്ങൾ കാണാം. ഞങ്ങളുടെ പൊന്നുമോളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് എന്തിന്? അവളുടെ ചിരി കാണാത്ത ഇനി ഒരു ജീവിതം ഞങ്ങൾക്ക് കാണില്ല. അതുകൊണ്ട് നിങ്ങളാരും ഞങ്ങളെ കുറ്റപ്പെടുത്തരുതേ. അവള് പോകുന്നിടത്തോട്ട് ഞങ്ങളും പോയി കൊള്ളട്ടെയോ? അവളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് എന്തിന്? അവള് പോകുന്നിടത്തേക്ക് ഞങ്ങളും പോയി കൊള്ളട്ടെയോ എന്ന് പറഞ്ഞ് കീടനാശിനിയിലെ വിശക്കുപ്പിയിലെ ദ്രാവകം മകളുടെ വായിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആത്മഹത്യ ചെയ്ത മാതാപിതാക്കൾ. ആ രംഗം വളരെ ഹൃദയഭേദകമാണ്. സാധാരണ ഉമ്മ വാപൊളിക്കാൻ പറയുന്നത് അമ്മിഞ്ഞപ്പാല് തരാനാണ്. അന്ന് ആ കുഞ്ഞ് വാപൊളിച്ചിട്ടുണ്ടാവില്ലേ തന്റെ ഉമ്മതനെ കമ്മിഞ്ഞപ്പാല് തരാനാണെന്ന്. അമ്മിഞ്ഞപ്പാല് കൊടുത്ത് അതേ കവിളിലേക്ക് ഉമ്മ അന്നൊടിച്ചു കൊടുത്തത് കീടനാശിനിയാണ്. സ്വന്തം മകള് പിടഞ്ഞു മരിക്കുമ്പോ അതേ കീടനാശിനി കടിച്ച് ആത്മഹത്യ ചെയ്തു പോയ മാതാപിതാക്കൾ സബേഹം 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 ഇങ്ങനെ കരയാൻ മാത്രം അല്ലാഹുവേ ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഇങ്ങനെ പരീക്ഷിക്കപ്പെടാൻ മാത്രം എന്ത് അപരാധമാണ് തമ്പുരാനെ ഞങ്ങൾ ചെയ്തത്? സഹോദരങ്ങളെ, ജീവിതം ദുഃഖമാണ്. ജീവിതം ദുഃഖിക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്ന് തോന്നിപ്പോകുന്നത് പോലെ, ആരോ പറഞ്ഞതുപോലെ
പോലെ അറബിക്കടലിന്റെ ജലത്തുള്ളിയല്ല കൂടുതൽ, മനുഷ്യന്റെ കണ്ണിലൂടെ ഒഴുകി ഒലിക്കുന്ന കണ്ണുനീരാണ് കൂടുതൽ. കണ്ണുനീരാണ് അളന്നു നോക്കിയാൽ കൂടുതൽ. ജീവിതം ദുഃഖമാണ്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചതേ ദുഃഖമാണ്, ദുഃഖമാണ്. അല്ലാഹു നമ്മുടെ ദുഃഖങ്ങൾ അല്ലാഹു മാറ്റിത്തരട്ടെ, നമ്മുടെ ദുഃഖങ്ങൾ അല്ലാഹു മാറ്റിത്തരട്ടെ. എന്റെ സഹോദരങ്ങളെ, ദുഃഖങ്ങളില്ലാത്തവരാരുമില്ല. ഞാൻ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ചോദിക്കും, ഒരു സദക്ക ചോദിച്ചിട്ട് ആരാ പറയുന്നത് ആദ്യം? ആ സമയത്തൊരു സഹാബി ചാടി എഴുന്നേക്കും, അനയാ റസൂലല്ലാഹ്, ഞാൻ തരാൻ നബിയേ. ആരെന്നറിയോ? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആണത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊടുത്ത് എത്ര കൊടുത്താലും മതി വരൂല. ചാടി എഴുന്നേറ്റിട്ട് പറയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു. പക്ഷേ അതിന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു കൊടുത്ത പ്രതിഫലം എന്താണെന്നറിയോ? മരണസമയമായപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വീട്ടിൽ കഴിയുകയാണ്. എതിരാളികൾ വീട് മുഴുവനും വളഞ്ഞു. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ല, ഒരു നേരത്തെ വെള്ളം കുടിക്കാനില്ലാതെ ഉപരോധം ഏർപ്പെടുത്ത ഉസ്മാൻ റളിയല്ലാഹു അൻഹു അന്ന് സുന്നത്ത് നോമ്പാണ്. സുന്നത്ത് നോമ്പുമായിട്ട് അസർ നിസ്കാരം കഴിഞ്ഞപ്പോൾ ശരീരം വാടി തളർന്നു. ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാതെ തൊണ്ട വരണ്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു അസർ നിസ്കാരം കഴിഞ്ഞിട്ട് മുസല്ലയിൽ കിടന്നു മയങ്ങിപ്പോയി. നോമ്പുകാരൻ ഏറ്റവും ക്ഷീണമുള്ള സമയമാണ്. ആ സമയത്ത് മുസല്ലയിൽ കിടന്ന് മയങ്ങിപ്പോകുമ്പോ ആ മയക്കത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുകയാണ്. ആരെയെന്നറിയോ? നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂലിനെ സ്വപ്നം കണ്ടു. റസൂലുള്ള സ്വർഗത്തിലിരിക്കുകയാണ്. വലത് ഭാഗത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഇടത് ഭാഗത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. മുമ്പിലാണെങ്കിലോ സ്വർഗത്തിന്റെ ഭക്ഷണം ഇങ്ങനെ നിരത്തി സ്വർഗത്തിലെ പഴവർഗ്ഗങ്ങൾ വെച്ചിരിക്കുകയാണ്. അള്ളാന്റെ റസൂൽ ചോദിച്ചു, ഉസ്മാൻ, തൊണ്ട വരളുന്ന ഉസ്മാൻ? സ്വപ്നത്തിൽ തന്നെ മറുപടി പറഞ്ഞു, അതെ നബിയേ, സുന്നത്ത് നോമ്പാണോ ഉസ്മാൻ? അതെ നബിയേ, സുന്നത്ത് നോമ്പാണ്. നോമ്പ് തുറക്കാൻ പച്ചവെള്ളം പോലും കയ്യിലില്ല ഉസ്മാൻ. ഇല്ല നബിയേ, ഇല്ല എന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ ചോദിച്ചു, ഞങ്ങളുടെ കൂടെ പോരുന്നു? സ്വർഗത്തിന്റെ ഭക്ഷണം കഴിച്ചിട്ടൊന്ന് നോമ്പ് തുറക്കാൻ.